നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ വോഡ്ക ഇൻഫ്യൂഷൻസ് എന്ന ടോപ്പിക്കാണ്. നിറമോ മണമോ ഇല്ലാത്ത വോഡ്ക ശരീരത്തിന് മറ്റ് മദ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ദോഷം കുറവ് ചെയ്യുന്ന ഒരു മദ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ശോകമായ മദ്യം എന്നൊരു വിളിപ്പേരുണ്ട്. അതായത് ഈ മദ്യം വളരെ ശോകമാണ് എന്നൊരു വിളിപ്പേരുണ്ട്. കാരണം ഇത് ന്യൂട്രൽ സ്പിരിറ്റ് വെള്ളം ചേർത്താണ് വോഡ്ക ഉണ്ടാക്കുന്നത്. ഏകദേശം നമ്മൾ 95% ആൽക്കഹോൾ ഡിസ്റ്റിൽ ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഫിൽറ്റർ ചെയ്യുകയും വെള്ളം ചേർക്കുകയും ചെയ്തിട്ടാണ് വോഡ്ക ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഒരു കോക്ടെയിൽസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ ഇത് കുടിക്കുമ്പോഴോ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നാറില്ല. അതുകൊണ്ട് പലപ്പോഴും ഇതിനകത്ത് പലതരത്തിലുള്ള ഇൻഫ്യൂഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇൻഫ്യൂഷൻസ് എന്ന് പറയുമ്പം 2-3 തരത്തിലെ ഇൻഫ്യൂഷൻസ് നമ്മൾ ചെയ്യുന്നത്. അതിലൊന്ന് സാധാരണമായിട്ട് ഒരു ഡ്രൈ ഇൻഫ്യൂഷനാണ്. ഡ്രൈ ഇൻഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇലകളോ അല്ലെങ്കിൽ ചെടികൾ അതിൻ്റെ പൂക്കൾ കൊണ്ടോ ആണ് സാധാരണ ഈ ഡ്രൈ ഇൻഫ്യൂഷൻ ചെയ്യുന്നത്. സാധാരണയായിട്ട് ചെയ്യുന്നത് ലാവൻഡർ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിൻ്റെ പൂവും കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ റോസാപ്പൂ കൊണ്ട് അല്ലെങ്കിൽ മിൻറ്റിൻ്റെ ഇല കൊണ്ട് ശംഖുപുഷ്പം എന്ന് പറയും. ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ പീ എന്ന് പറയും. അതിൻ്റെ പൂ കൊണ്ടോ ഒക്കെയാണ് സാധാരണ ഡ്രൈ ഇൻഫ്യൂഷൻസ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിന്നിവിടെ ചെയ്യുന്നത് ശംഖുപുഷ്പം കൊണ്ടാണ്. അതായത് ബട്ടർഫ്ലൈ പീ ഫ്ലവറും കൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊരു ഇൻഡിഗോ കളറാണ് ഇതുകൊണ്ട് സാധാരണ കിട്ടുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒന്ന് ചെയ്യുന്നത് നമ്മൾ വെറ്റ് ഇൻഫ്യൂഷൻസ് ആണ്. ഈ വെറ്റ് ഇൻഫ്യൂഷൻസ് കൂടുതലും ചെയ്യുന്നത് പഴങ്ങൾ കൊണ്ടാണ്. പഴങ്ങളെന്ന് പറയുമ്പോൾ മാങ്ങ, നാരങ്ങ, ചെറി, സ്ട്രോബെറി അതുപോലുള്ള ഓരോ പഴങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ ഞാനിന്ന് ചെയ്യുന്നത് ചെറിയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് മൂന്നാമത് ചെയ്യുന്നത് സിന്തറ്റിക് ഇൻഫ്യൂഷൻസ് ആണ്. സിന്തറ്റിക് ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കെമിക്കൽ തന്നെയാണ്. നമ്മൾ ഈ പൂ കൊണ്ടോ അല്ലെങ്കിൽ ഈ പഴങ്ങൾ കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ചില കളറുകളുണ്ട്. ആ കളറ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഷിമ്മറിങ് കളറാണ്. ഒരു ഷിമ്മറിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ഷിമ്മറിങ് ഒരു കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. അത് ഫുഡ് ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് കുടിക്കുന്നതിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. സാധാരണ ഈ ഷിമ്മറിങ് എഫക്റ്റ് ഉള്ള മദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോക്ടെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ വോഡ്ക ഇൻഫ്യൂഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് മൂന്നും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു ജാറിലേക്ക് നന്നായിട്ട് കഴുകി ഞെടുപ്പൊക്കെ കളഞ്ഞ് ചെറി ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മളൊരു 750 മില്ലി 800 മില്ലിയോളം 40% വോഡ്ക ഒഴിച്ച് ഒരു 2 ദിവസത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 3 ദിവസം കൊണ്ട് നല്ല നിറം ആയി കിട്ടും. നമുക്ക് ഏകദേശം ചെറിയ ഒരു ലൈറ്റായിട്ടുള്ളൊരു നിറത്തിന് ആവശ്യമേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ട് വന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെറിയുടെ ഫ്ലേവർ ഇതിൽ വരും. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. കാരണം ചെറിയ ലിക്വർ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെറി വോഡ്ക തയ്യാറായിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഷിമ്മറിങ് വോഡ്ക ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലെയുള്ള കോക്ടെയിൽ ഗ്ലിറ്റർ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ബ്രൂ ഷോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പെഷ്യാലിറ്റി ഷോപ്പുകളിലാണ് ഇത് കിട്ടുന്നത്. സാധാരണ ഇത് കോക്ടെയിൽസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത സമയത്തായിട്ടാണ് ഷിമ്മറിങ് വോഡ്ക എന്നുള്ള പേരിൽ ഇത് ഇറങ്ങി തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു ടേസ്റ്റോ അല്ലെ മണമോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ കളറ് നമ്മൾ വേറെ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് ശകലം ഒരു ചെറിയൊരു ടീസ്പൂണിൽ ഒരു കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മൾ ജാറിലേക്ക് വോഡ്ക നിറച്ച് അതിലേക്ക് ഈ ഷിമ്മറിങ് ഗ്ലിറ്റർ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഷിമ്മറിങ് എഫക്റ്റ് കാണാൻ സാധിക്കും. ഇത് കുറച്ച് നേരം വെച്ചേക്കാന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് അടിഞ്ഞു പോകും. അപ്പോൾ സാധാരണ നമ്മൾ സെർവ് ചെയ്യുമ്പം ആ സമയത്തേക്കാണ് സത്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുപ്പിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഇളക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരാൾക്ക് കൊടുക്കാവൂ. അപ്പോൾ ഇതുപോലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഒരു കുറച്ച് കഴിയുമ്പം സാവധാനം ഈ ഗ്ലിറ്ററിങ് എഫക്റ്റെല്ലാം താഴെ അടിയുന്നത് കാണാം.
നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് ഇൻഡിഗോ വോഡ്കയാണ്. ഇൻഡിഗോ വോഡ്ക ഉണ്ടാക്കാൻ സാധാരണ ഓർഗാനിക് ബട്ടർഫ്ലൈ പീൻ്റെ ഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ ഇതിന് ശംഖുഷ്പം എന്ന് പറയുന്നുണ്ട്. നാട്ടിൽ പക്ഷേ അധികം ആൾക്കാർ ഇത് ഇങ്ങനെ കളർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് കൂടുതലും ഇത് വരുന്നത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇത് ഉണങ്ങിയ പൂവാണ് കൂടുതലും വരിക. സാധാരണഗതിയിൽ നേരിട്ട് നമ്മൾ ഒരു വോഡ്കയിലൊക്കെ ഇട്ട് കളർ എടുക്കുന്ന ആ ഒരു രീതിയല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ജാറിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭരണിയിലേക്ക് നമ്മൾ എന്താ പറയുന്നത് 50-100 ഗ്രാം ഒന്നിച്ചിട്ട് അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ എടുക്കുന്നു. ആ കളർ പിന്നീട് ഡൈല്യൂട്ട് ചെയ്താണ്ട് നമ്മൾ വോഡ്ക നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കൊരു യൂണിഫോമായിട്ടുള്ള കളറാണ് വേണ്ടത്. ഇത് പൂ പലയിടത്തുനിന്നും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരേ രാജ്യത്തു നിന്ന് വരുന്ന പൂവാണെങ്കിൽ പോലും ഇതിന് കളറിന് ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ച് 10, 40, 50 ഗ്രാം ചിലപ്പോൾ 100 ഗ്രാം വരെ നമ്മൾ ഇട്ടിട്ട് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കളർ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് ആ കളർ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ആൽക്കഹോൾ അല്ലെങ്കിൽ വോഡ്ക നമ്മളൊരു 40% ആയതുകൊണ്ട് തന്നെ രണ്ടാമത് ഒഴിക്കുമ്പോൾ ഒരിക്കലും ABV ഡൈല്യൂട്ട് ആവുന്നില്ല. കാരണം നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന ആ വോഡ്കയും 40% തന്നെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു 700 ഗ്രാം ജാറിലേക്ക് ഒരു 50 ഗ്രാമാണ് നമ്മളിപ്പം ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നത്. 50 ഗ്രാം ഉപയോഗിക്കുമ്പോൾ വളരെ കോൺസെൻട്രേറ്റഡ് ഏകദേശം ഒരു കറുത്ത കളർ ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് കറുപ്പിനോട് അടുത്ത കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒരു യൂണിഫോം കളറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു കോഫി ഫിൽറ്റർ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണാം വളരെ ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. ഇത്തരം ഡാർക്ക് നമുക്ക് ഒരിക്കലും ഒരു കൊമേഴ്ഷ്യലായിട്ട് വിൽക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുന്ന ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് പിന്നീട് ഡൈല്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള ഒരു കളറിലേക്ക് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒരു 600-650 മില്ലി വോഡ്ക എടുത്തു. അതിലേക്ക് ശകലം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോൺസെൻട്രേറ്റഡ് ഇൻഡിഗോ വോഡ്ക നമ്മൾ അല്പം ഒഴിച്ചു. അപ്പം ഈ കളറാണ് ഇപ്പോൾ എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിത് ഡൈല്യൂട്ട് ചെയ്ത് ഇത്രയും കളറാണ് ആക്കി എടുത്തേക്കുന്നത്. ഇതിലും കുറച്ച് കളർ വേണമെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചേർക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ആ കളർ നമ്മൾ ചേർക്കുന്നു. അതേപോലെ നമ്മൾ ആ ചെറി തന്നെ ഒരു 2 ആഴ്ചയോളം നമ്മൾ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ചെറി ലിക്കർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചെറിയുടെ പരമാവധി കളർ അതിലേക്ക് ഇറങ്ങും. നമ്മൾ അതിനകത്ത് അല്പം ഷുഗർ സിറപ്പ് ചേർത്താൽ മതി.